ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറി നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ഓടി വായോ. അതിനായിട്ട് നമ്മളൊരു ബൗളെടുക്കുക. അതിലേക്ക് നമ്മുടെ മുഖത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് അരിപ്പൊടി, അതുപോലെ കസ്തൂരി മഞ്ഞൾ, തൈര്, ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. വെറും ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആക്കി കിട്ടും കേട്ടോ. കസ്തൂരി മഞ്ഞൾ എടുക്കുക. ആരും കറിക്കിടുന്ന മഞ്ഞൾപ്പൊടി ഒന്നും എടുത്തേക്കരുതേ. നല്ല കസ്തൂരി മഞ്ഞൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അത് 3ഉം കൂട്ടിയിട്ട് മിക്സ് ചെയ്യുക. മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. തരിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പായിട്ട് നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട്, വെറ്റ് ടിഷ്യൂ വെച്ചിട്ട്, വൈപ്സ് ഇല്ലേ, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തിട്ടോ ഇത് ചെയ്യാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മുഖത്തെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അങ്ങനെ മുഖത്തെ അഴുക്കൊക്കെ ഇങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുക. ഇതൊരു സ്ക്രബ് എഫക്റ്റുമാണ്, അതുപോലെ തന്നെ ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ടാനൊക്കെ മാറി നല്ല ഗ്ലോ ആയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. കസ്തൂരി മഞ്ഞൾ ചിലവർക്ക് മുഖത്തിന് പിടിക്കത്തില്ല. ചിലർക്ക് ഇങ്ങനെ കുരു വരാനോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ചിലവർക്ക്. അങ്ങനെയുള്ളവരാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഒഴിവാക്കുക. തൈരും ഈ അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ സൂപ്പറാണ്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി ആണെങ്കിൽ കുറച്ചും കൂടി സൂപ്പറാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിക്ക് തീരെ തരി ഉണ്ടാവില്ല, നല്ല ഫൈൻ പൊടിയായിരിക്കും അത്. സോ നമ്മൾ ഈ കടയിലൊക്കെ നമ്മൾ വീടുകളിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഒരു തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ബെറ്ററാണത്. എൻ്റെ ഷർട്ടിനകത്ത് പോയി, സാരമില്ല. ഓക്കെ, അപ്പോൾ നമ്മളതിങ്ങനെ കഴുത്തിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മുടെ 2 കൈ ഉപയോഗിച്ചിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇടുക, കാരണം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ എന്നാലേ എല്ലായിടത്തേക്കും എത്തത്തുള്ളൂ. സോ ആദ്യം നല്ലതായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇടുക. കണ്ണിൽ കൈ കുത്താതെ ശ്രദ്ധിക്കുക. എനിക്കൊരു വട്ടം കുത്തിപ്പോയി. അപ്പോൾ അത് കൈയൊന്നും കണ്ണിൽ കുത്താതെ എല്ലാവരും സേഫായിട്ട് ചെയ്യുക. കണ്ണിൽ അതുപോലെ മൂക്കിലൊന്നും കൈ കുത്താതെ സേഫായിട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. മൂക്കിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറാനായിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു ഗ്ലോ കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള പാക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ സ്ക്രബ് ചെയ്യുക ചെയ്തത്. ഇനി ഈ പാക്ക് നമ്മൾ മുഖത്ത് ബാക്കിയുള്ള പാക്ക് നമ്മൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിലും നെക്കിലുമായിട്ട് അപ്ലൈ ചെയ്തിടുക. ഒരു 10 മിനിറ്റൊക്കെ, ഒരു 5 or 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൃത്യം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മുഖത്ത് നന്നായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങി. വല്ലാതെ ഡ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ടാകുമ്പോൾ തന്നെ നമ്മളത് കഴുകി കളയുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫേസിൽ നമുക്കിത് വാഷ് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ മാറ്റം പെട്ടെന്ന് ഒരു ലൈവ് റിസൾട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് കണ്ടോ മാറ്റം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. എൻ്റെ കഴുത്ത് നേരത്തേതിനെക്കാട്ടിലും നന്നായി വെളുത്തിട്ടുണ്ട്. നല്ല ഗ്ലോ ആണ് കിട്ടുന്നത്. ഇത് അതിൻ്റെ നാച്ചുറലാണ്. ഒരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. കണ്ടോ മൂക്കിൻ്റെ അവിടുത്തെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒരു ടവൽ വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക കേട്ടോ, വല്ലാണ്ട് വലിച്ച് ഇങ്ങനെ ആക്കരുത്. കണ്ടോ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് റിസൾട്ടാണ് ഇത്. ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൂടെ മറക്കരുതേ. നമ്മുടെ പുതിയ ചാനലാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂടണേ. ഓക്കെ, ബായ്.